ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക് ഫസ്റ്റ് റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻ വിജയകുമാർ ഗൂഢാലോചനയിൽ പങ്കാളിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പാളികൾ കൊടുത്തുവിടുന്നതിൽ വിജയകുമാറിന് കൂട്ടുത്തരവാദിത്തമുണ്ട്. ദേവസ്വം ബോർഡ് നഷ്ടം വരുത്തുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഹരിമോഹനാണ് ചേരുന്നത്. ഹരിമോഹൻ, ഈ ഗൂഢാലോചനയിൽ വിജയകുമാറിന് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടായി വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? വിനീത, ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ എൻ വിജയകുമാറിനെതിരെ SIT രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിക്കൊണ്ട് ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, മുൻ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള A പത്മകുമാർ അടക്കമുള്ള മറ്റു പ്രതികൾക്ക് വേണ്ടി അന്യായ ലാഭം ഉണ്ടാക്കാൻ ഇടവരുത്തുന്ന രീതിയിൽ ക്ഷേത്രത്തിന്റെ മുതലുകൾ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ ശബരിമല ദേവസ്വത്തിനും തിരുവിതാംകൂർ ദേവസ്വത്തിനും അന്യായ നഷ്ടം വരുത്താൻ വേണ്ടി രേഖകളിൽ കൃത്രിമമടക്കം ചെയ്തു എന്നുള്ളത് കൂടി SIT റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ഗുരുതരമായിട്ടുള്ള മറ്റൊരു കാര്യം. അതായത് പൂർണ്ണമായിട്ടും ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ നിന്ന് തന്നെ ക്ഷേത്രത്തിന്റെ മുതലുകൾ ദുരുപയോഗം ചെയ്ത് ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്നുള്ള ഒരു കണ്ടെത്തൽ വിജയകുമാറിനെതിരെ വരുന്നു. അതായത് ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ വെച്ചുകൊണ്ട് ഈ പാളികൾ കൊടുത്തുവിടാനുള്ള ഒരു തീരുമാനം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റായിരുന്ന A പത്മകുമാർ ഒറ്റയ്ക്കെടുത്തതല്ല, അതിൽ മറ്റ് അംഗങ്ങൾക്ക് കൂടി കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അന്ന് പത്മകുമാറിനോടൊപ്പം ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായ ആൾ കൂടിയാണ് വിജയകുമാർ എന്നുള്ളതാണ് SIT ഇന്ന് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അറസ്റ്റ് എന്നും പറയുന്നത്. മാത്രമല്ല, ഇതിന്റെ തൊണ്ടുമുതൽ ലഭിക്കാത്തിടത്തോളം ഈ പ്രതികളിൽ നിന്ന് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ് SIT ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല, ഈ കേസിൽ 12ാം പ്രതിയായിട്ടാണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 12ാം പ്രതിയായിട്ടാണ് എൻ വിജയകുമാറിനെ ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. നേരത്തെ പത്മകുമാറിനെയും പ്രത്യേകം പ്രതി ചേർക്കുകയായിരുന്നു. ഭരണസമിതി മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതി ഉണ്ടായിരുന്നത്. പക്ഷേ 12ാം പ്രതിയായി ഓരോരുത്തരെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അവരെ ഓരോരുത്തരെയും പ്രതികളാക്കുകയാണ്. അതിനനുസരിച്ച് ഇപ്പോൾ 12ാം പ്രതിയായിട്ടാണ് എൻ വിജയകുമാറിനെ ചേർത്തിരിക്കുന്നത്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഗൂഢാലോചനയിൽ പങ്കാളിയാണ് വിജയകുമാർ എന്നതാണ്.